അഹരോൻ എന്ന ചെറുപ്പക്കാരൻ അമ്മയെ ആഴത്തിൽ സ്നേഹിക്കുന്നു. ഒരു ദിവസം അവൾ അവനോട് പറഞ്ഞു, മോനെ, ആ മലഞ്ചെരുവിന് സമീപം കളിക്കരുത്, അത് അപകടമാണ്. അഹരോൻ അമ്മയെ വിശ്വസിക്കുന്നു. അതിനാൽ സുഹൃത്തുക്കൾ വന്ന് വിളിച്ചപ്പോൾ പോലും അവൻ അവിടേക്ക് പോകുന്നില്ല. അവന്റെ അനുസരണം ഭയത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യേശു ശിഷ്യന്മാരോട് പറയുമ്പോൾ സ്നേഹത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് അനുസരണമാണെന്ന് വ്യക്തമാകുന്നു. യഥാർത്ഥ സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് പ്രവൃത്തിയിലൂടെയാണ് തെളിയുന്നത്. യേശുവിന്റെ കൽപ്പനകൾ പിന്തുടരുന്നത് ഒരു കടമയല്ല, അവിടുത്തെ സ്നേഹത്തോടുള്ള പ്രതികരണമാണ്. സ്നേഹിക്കുന്നവർ അനുസരിക്കാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. യേശുവിനോടുള്ള അനുസരണം ഭയത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാകണം. ദയ, ക്ഷമ, നീതി എന്നിവയിലൂടെ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം യേശുവിനോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാകട്ടെ. ഞാൻ യേശുവിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ? അവിടുത്തെ കൽപ്പനകൾ ഞാൻ എത്രത്തോളം മാനിക്കുന്നു? ഇന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.